ബംഗ്ലാദേശിൽ ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വ്യാപക ആക്രമണം നടക്കുകയാണ്. ചൊവ്വാഴ്ച സന്യാസിയുടെ അനുയായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു അഭിഭാഷകൻ കൊല്ലപ്പെടുകയും ചെയ്തു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും ചാട്ടോഗ്രാം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ അംഗവുമായ 35-കാരനായ സെയ്ഫുൾ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടതെന്ന് ധാക്ക ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിഷേധക്കാർ അഭിഭാഷകനെ തന്റെ ചേംബറിന് താഴെ നിന്നും വലിച്ചിഴച്ച് കൊന്നുവെന്ന് ചീറ്റോങ്കോങ് ലോയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നസീം ഉദ്ദീൻ ചൗധാരി പറയുകയും ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റിലായ ചിന്മോയ് കൃഷ്ണദാസിന് ചാട്ടോഗ്രാമിലെ 6ാം മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. ഇയാളെ പിന്നീട് ജയിലിലേക്ക് മാറ്റിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ദാസിനെ റിമാൻഡ് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടത്. തടങ്കലിൽ വെച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എല്ലാ മതപരമായ ആനുകൂല്യങ്ങളും നൽകാനും നിർദ്ദേശിച്ചിരുന്നു. സംഘർഷത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായി ചിറ്റോങ്കോങ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറായ ഡോക്ടർ നിവേദിത ഘോഷ് സ്ഥിരീകരിക്കുകയും ചെയ്തു. കോടതിയിലെത്തിയ ചിന്മോയ് ദാസിനെ പോലീസ് വാനിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഹാൻഡ് മൈക്കിലൂടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അനുയായികളോട് ശാന്തരായിരിക്കാൻ നിർദ്ദേശിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗ്രനേഡുകൾ, കണ്ണീർവാതക ഷെല്ലുകൾ, ബാറ്റൺ ചാർജുകൾ എന്നിവ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടുകയായിരുന്നു. സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ലിയാഖത്ത് അലി ഒരു മരണം സ്ഥിരീകരിച്ചെങ്കിലും മരണകാരണത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ബംഗ്ലാദേശ് സമ്മിലിത് സനാതൻ ജാഗരൺ ജോട്ടയുടെ വക്താവാണ് അറസ്റ്റിലായ ചിന്മോയ് കൃഷ്ണദാസ്. കഴിഞ്ഞ ദിവസം ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിലും ജാമ്യം നിഷേധിച്ചതിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ അക്രമങ്ങൾ, തീവെപ്പ്, കൊള്ള, മോഷണം, നശീകരണം, മതപരമായ സ്ഥലങ്ങൾ നശിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറയുകയും ചെയ്തു. ഹിന്ദുക്കളുടെയും എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ ബംഗ്ലാദേശ് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. തിങ്കളാഴ്ച ദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ തടിച്ചുകൂടിയ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ പറയുകയും ചെയ്തു.